എൻ്റെ പേര് അംജദ് കണിയാപുരം. യങ് ഡെമോക്രാറ്റ്സിൻ്റെ സംസ്ഥാന ജോയിൻറ്റ് കൺവീനറാണ്. TG മോഹൻദാസിനെതിരെ പരാതി കൊടുക്കുകയും സഹപ്രവർത്തകനായ അഡ്വക്കേറ്റ് അബ്ദുൽ കാസിം കൊടുത്ത പരാതിയിലാണ് അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്തതും ഇന്നലെ പോലീസ് കോടതിയിൽ ഹാജരാക്കിയത്. അതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കാൻ പരാതിക്കാരനായ അബ്ദുൽ കാസിമിനെ ക്ഷണിച്ചുകൊള്ളുന്നു. പ്രിയപ്പെട്ട മാധ്യമപ്രവർത്തകരെ, ഡൽഹി ജന്തർ മന്ദറിൽ സമരം നടത്തിയ വിദ്യാർത്ഥികൾക്കെതിരെ കലാപാഹനം നടത്തുകയും സമരത്തിൽ പങ്കെടുത്ത പെൺകുട്ടികൾ ബലാത്സംഗത്തെ ഇഷ്ടപ്പെടുന്നവരാണെന്നും ബലാത്സംഗം നല്ല ബലാത്സംഗത്തെ ഇഷ്ടപ്പെടുന്നവരാണെന്നും അവരെ ബലാത്സംഗം ചെയ്തതിൽ പരാതി ഉണ്ടാകില്ല എന്നും മറ്റുമുള്ള TG മോഹൻദാസിൻ്റെ പ്രസ്താവനയ്ക്കെതിരെ പരാതി നൽകുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ തിരുവനന്തപുരം സൈബർ സിറ്റി പോലീസ് ക്രൈം 95/2026 FIR രജിസ്റ്റർ ചെയ്തിട്ടുള്ളതാണ്. എന്നാൽ FIR രജിസ്റ്റർ ചെയ്ത് 11 ദിവസം അതിന്മേൽ യാതൊരു നടപടിയും സ്വീകരിക്കാതെ രാഷ്ട്രീയ സമ്മർദ്ദമുണ്ടായ സാഹചര്യത്തിൽ പോലീസ് TG മോഹൻദാസിനെ അറസ്റ്റ് ചെയ്യുകയും ഇന്നലെ ബഹുമാനപ്പെട്ട അഡീഷണൽ CJM കോടതി മുമ്പാകെ ഹാജരാക്കുകയും ചെയ്തു. എന്നാൽ TG മോഹൻദാസിന് ബഹുമാനപ്പെട്ട കോടതി ജാമ്യം കൊടുക്കാനുണ്ടായ സാഹചര്യം BNSSലെ 35 Clause 3 വകുപ്പ് പ്രകാരമുള്ള നോട്ടീസ് നൽകാത്തതിനെ തുടർന്നാണ്. 35 Clause 3 നോട്ടീസ് നൽകേണ്ട സാഹചര്യങ്ങൾ എന്താണെന്നും അതെപ്പോഴാണ് കൊടുക്കേണ്ടതെന്നും അറിയാത്തവരൊന്നുമല്ല കേരള പോലീസ്. TG മോഹൻദാസിന് ജാമ്യം ലഭിക്കുന്നതിനുള്ള പഴുതുകൾ ഉണ്ടാക്കി TG മോഹൻദാസിനെ കോടതിയിൽ ഹാജരാക്കിയ പോലീസ് ആഭ്യന്തര വകുപ്പിൻ്റെയും BJPയുടെയും രാഷ്ട്രീയ ഡീലിൻ്റെ ഭാഗമായി നടത്തിയ പൊറോട്ട നാടകമാണ് ഈ അറസ്റ്റ് എന്ന് നമുക്ക് അനുമാനിക്കാവുന്നതാണ്. മാത്രമല്ല TG മോഹൻദാസിനെതിരെ നൽകിയ പരാതിയിൽ വളരെ വ്യക്തമായി സ്ത്രീത്വത്തെ അപമാനിക്കുന്നതടക്കം ഉള്ള പരാതികൾ കാണിച്ചിട്ടുള്ളതും അതിനുവേണ്ടി ബന്ധപ്പെട്ട വീഡിയോയുടെ ലിങ്ക് അടക്കം നൽകുകയും യഥാസമയം ഈ വീഡിയോകൾ അന്വേഷണ ഉദ്യോഗസ്ഥൻ മുമ്പാകെ ഹാജരാക്കുകയും ചെയ്തിട്ടുള്ളതുമാണ്. എന്നാൽ പിന്നീട് മാത്രമാണ് BNS നിയമത്തിലെ 79 വകുപ്പ് മാത്രം ചേർത്താണ് TG മോഹൻദാസിനെതിരെ കൂട്ടിച്ചേർത്ത് റിമാൻഡ് റിപ്പോർട്ടിൽ കാണിച്ചത്. എന്നാൽ നോൺ ബെയിലബിൾ ഒഫൻസായ BNS നിയമത്തിലെ 75 വകുപ്പ് പ്രകാരം, അതായത് സെക്സ്വൽ ഹറാസ്മെൻറ്റ്, TG മോഹൻദാസിൻ്റെ പ്രസ്താവന വളരെ വ്യക്തമായി സെക്സ്വലി കളേർഡ് റിമാർക്സ് എന്നതിൻ്റെ അടിയിൽ വരുന്ന സാഹചര്യം ഉണ്ടായിട്ട് പോലും പോലീസ് നടത്തിയ 75 ആഡ് ചെയ്യാതെ 79 മാത്രം ആഡ് ചെയ്ത് TG മോഹൻദാസിനെ കോടതി മുമ്പാകെ ഹാജരാക്കിയതും RSS താല്പര്യങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി യുക്തിപൂർവം നടത്തിയ ഒരു നടപടിയാണെന്ന് നമുക്ക് അനുമാനിക്കാം. 75 BNS അടക്കം ഈ കേസിൽ ഉൾപ്പെടുത്തി അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കൺസേൺഡ് കോടതികളെ സമീപിക്കാൻ തന്നെയാണ് യങ് ഡെമോക്രാറ്റ്സിൻ്റെ തീരുമാനം. മാത്രമല്ല TG മോഹൻദാസിനെ അറസ്റ്റ് ചെയ്യുമ്പോൾ പോലും സമാന സ്വഭാവത്തിൽ കേസെടുക്കപ്പെട്ട RV ബാബുവും ശശികലയും ഇപ്പോഴും പരസ്യമായി നമ്മുടെ നാട്ടിൽ വിലസി നടക്കുന്നുണ്ടെങ്കിലും അവർക്കെതിരെ ഇത്തരം വർഗീയ വിഷം ചീന്തുന്ന RSS സൈദ്ധാന്തികരെന്നും ഹിന്ദുത്വ പ്രവർത്തകരെന്നും അവകാശപ്പെടുന്നവർക്കെതിരെ യാതൊരു നടപടിയും നാളിതുവരെ കേരള പോലീസ് കൈക്കൊണ്ടിട്ടില്ലാത്തതുമാണ്. പിന്നെ മറ്റൊരു സംഭവം എന്ന് പറയുന്നത്, പ്രതിഭാഗത്തിൻ്റെ വാദം എന്ന് പറയുന്നത് ഈ പരാതിയിന്മേൽ വനിതകളാരും പരാതി നൽകില്ല എന്നുള്ളത്. എൻ്റെ സഹപ്രവർത്തകയും നിയമവിദ്യാർത്ഥിനിയുമായ മുഹസിന ലുക്മാൻ ഈ ബന്ധപ്പെട്ട വിഷയമായിട്ട് ബന്ധപ്പെട്ട് തിരുവനന്തപുരം മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുകയും ആയതിലേക്ക് അന്നേ ദിവസം 24-ാം തീയതി തന്നെ മ്യൂസിയം പോലീസ് സ്റ്റേഷൻ രസീത് നൽകിയിട്ടുള്ളതുമാണ്. ആ പരാതിന്മേൽ യാതൊരു നടപടിയും കൊണ്ടിട്ടില്ല. ഈ തിരുവനന്തപുരം സൈബർ സിറ്റി പോലീസ് സ്റ്റേഷൻ ക്രൈം 95/2026 മുഹസിന ലുക്മാൻ ഉൾപ്പെടെ ഉള്ളവർ സാക്ഷിയാക്കപ്പെടുമെന്നും അവരെ സാക്ഷിമൊഴി രേഖപ്പെടുത്തുന്നതിന് പോലീസ് ബന്ധപ്പെട്ടിരുന്നതുമാണ്. എന്നാൽ ഇത്തരം അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ, സ്ത്രീകൾ ആരും തന്നെ പരാതി നൽകിയില്ല എന്ന അടിസ്ഥാനരഹിതമായ ആരോപണം ഉണ്ടാക്കാൻ സാഹചര്യം ഉണ്ടാക്കിയതും കേരള പോലീസിൻ്റെ നിഷ്ക്രിയത്വം തന്നെയാണ്. ഈ മുഹസിന ലുക്മാൻ നൽകിയ പരാതിയിലെ രസീത് കൈവശമുണ്ട്. ഇതാണ് അതിൻ്റെ രസീത്. 27/7/2026 തന്നെ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് 24-ാം തീയതിയും അതിന് പിന്തുടർന്നുള്ള ദിവസങ്ങൾ അപ്ലോഡ് ചെയ്ത വീഡിയോക്കെതിരെ 27/7/2026 തന്നെ പരാതി നൽകിയിരുന്നതും ആ പരാതിന്മേൽ മ്യൂസിയം പോലീസ് സ്റ്റേഷൻ ഇഷ്യൂ ചെയ്ത രസീതുമാണ്. പിന്നെ ചില പ്രസ്താവനകൾ കണ്ടു. SDPI പ്രവർത്തകർ SDPI നേതാവ് നൽകിയ പരാതിയിലെ വീഴ്ച കാരണമാണ് TG മോഹൻദാസിന് ജാമ്യം നൽകിയതെന്ന്. നമുക്കെല്ലാവർക്കും അറിയാം, ക്രിമിനൽ കേസിൽ പരാതി നൽകുന്നതിന് നേരിട്ട് ബാധിക്കപ്പെടുന്നവൻ തന്നെ പരാതി നൽകണമെന്ന് ഒരു നിയമവും നിഷ്കർഷിക്കുന്നില്ല.
ക്രിമിനൽ നടപടിയിൽ നിയമപ്രകാരം ഇൻഫർമേഷൻ ലഭിച്ച ആർക്ക് വേണമെങ്കിലും പരാതിക്കാരനാണ്. സ്വമേധയാ കേരള പോലീസിന് കേസെടുക്കാം എന്ന സാഹചര്യം ഇരിക്കെ കേസെടുക്കാതിരുന്ന സാഹചര്യത്തിലാണ് ഇത്തരമൊരു പരാതിയുമായിട്ട് യങ് ഡെമോക്രാറ്റ്സ് മുമ്പോട്ട് വന്നതും ആ പരാതി തുടർന്ന് നടത്തിക്കൊണ്ടു പോകുന്നതിനുള്ള എല്ലാ പ്രയത്നവും യങ് ഡെമോക്രാറ്റ്സിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നതുമാണ്.